ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹകാലം 5-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗം ഈശോ തന്റെ ശിഷ്യന്മാരെ കൂട്ടുകാരായി സ്വീകരിക്കുന്ന ഒരു ഭാഗമാണ്. ഈശോ തന്റെ ശിഷ്യന്മാരെ സ്നേഹിതരെന്ന് വിളിക്കുന്ന ഭാഗം. അവിടെ വ്യക്തമായിട്ടും 3 വാക്യങ്ങളിലൂടെ ഈ സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. 15-ാം അധ്യായത്തിലെ 13-ാം വാക്യം, 15, 15, 15, 16 ഈ 3 വാക്യങ്ങൾ. 15, 13 പറയുന്ന ഇപ്രകാരമാണ്: സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആ ജീവൻ അർപ്പിച്ചുകൊണ്ട് ആ സ്നേഹം തെളിയിക്കുകയാണ്. ഈശോ അത് തെളിയിച്ചിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ഈശോയുടെ ആ സ്നേഹം തെളിയിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് എഴുതിയിരിക്കുന്നതാണ്. ഈശോ ഇങ്ങനെ ദിവ്യകാരുണ്യമായിട്ട് നിൽക്കുന്ന ചിത്രവുമായിട്ട് അതിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: ഒരാൾ സ്വയം തരിക എന്നാൽ അയാളേക്കാൾ പ്രിയപ്പെട്ടതാണ് അയാൾക്ക് നിങ്ങൾ എന്നത് ആണ് അർത്ഥം. ഒരാൾ സ്വയം തരിക എന്നാൽ അയാളേക്കാൾ പ്രിയപ്പെട്ടതാണ് അയാൾക്ക് നിങ്ങൾ എന്ന് അർത്ഥം. ഇപ്പൊ നമ്മൾ ആ ഈശോ അതായത് സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് നീ എന്നെക്കാൾ പ്രധാനപ്പെട്ടതാണ്, എനിക്ക് ഞാൻ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നീ. അങ്ങനെ വ്യക്തമാക്കിയാണ് ഈശോ സ്നേഹം തെളിയിക്കുക. നിനക്ക് യു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ മോർ ദാൻ മീ. നീ എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈശോ വ്യക്തമാക്കുന്ന വാക്യമാണ്. ആ സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ളത്. ഇന്ന് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിന് 15-ാം വാക്യം, യോഹന്നാൻ 15:15 ഈശോ പറയുകയാണ്: എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. അതിനാൽ ഞാൻ നിങ്ങളെ ഇനി സ്നേഹിദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കും. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. എല്ലാം നിങ്ങൾക്കറിയാം, എന്നെക്കുറിച്ച് എല്ലാം നിങ്ങൾക്കറിയാം. ആ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്വയം വെളിപ്പെടുത്തുകയാണ്. ഇപ്പൊ നിങ്ങൾ എത്രത്തോളം എൻ്റെ മുമ്പിൽ നിങ്ങളെ വെളിപ്പെടുത്തുന്നു ഈശോ ചോദിക്കുക. കുമ്പസാരം എന്ന കുദാശയൊക്കെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. സമ്പൂർണമായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ തുറന്നു പിടിച്ചുകൊണ്ട് ഈശോയോടുള്ള സ്നേഹം നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കുദാശയാണ് കുമ്പസാരം. കുമ്പസാരം നമ്മൾ പറയും പാപം മോചിക്കാനുള്ളൊരിടമാണ്, നമ്മൾ പരിശുദ്ധി വീണ്ടെടുക്കുന്നൊരിടമാണ്, പാപപരിഹാരത്തിലേക്ക് നമ്മൾ ഉറപ്പു വരുന്നൊരിടമാണ്. ഇതൊക്കെ പറയുമ്പോഴും അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു എന്ന സ്നേഹിതന് മുമ്പിൽ തുറന്ന ഹൃദയത്തോടു കൂടി നിൽക്കുവാൻ എൻ്റെ സ്നേഹം എന്നെ പ്രേരിപ്പിക്കുന്ന ഇടമാണ് കുമ്പസാരക്കൂട്. എനിക്ക് ഈശോയോടുള്ള വലിയ സ്നേഹം കൊണ്ടാണ് ഞാൻ കുമ്പസാരിക്കുന്നത്. അതാണ് നമുക്ക് കുമ്പസാരത്തിന് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാട്. നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം, പാപം മോചിപ്പിക്കപ്പെടണം, പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ട് ഒരുങ്ങണം. ഇതെല്ലാം കുമ്പസാരത്തിന്റെ എലമെന്റ്സ് ആണെങ്കിലും അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു പിടിച്ചിട്ട് നിൽക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുമ്പസാരത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത്. അത് വ്യക്തമാക്കിയാണ് ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതല്ല ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. നിങ്ങൾ എന്നെ അറിയിക്കുന്നുണ്ടോ? എങ്കിലല്ലേ നിങ്ങൾ എൻ്റെ സ്നേഹിതരാകുള്ളൂ. നിങ്ങൾ എന്നെ സ്നേഹിതനെ കണക്കാക്കുകയുള്ളൂ. അതാണ് ഈശോ പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിതരായിട്ട് കണക്കാക്കുന്നു, സ്നേഹിതരെന്ന് ഞാൻ വിളിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചും അതേ സ്നേഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ ആ തുറന്ന ഹൃദയത്തോടുകൂടി നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈശോ ഓർപ്പിക്കുക. അടുത്ത വരി 15-ാം അധ്യായത്തിലെ 16-ാം വാക്യം ഈശോ വ്യക്തമായിട്ടും പറയുകയാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട് വളരെ ക്രൂഷ്യൽ മൂമെന്റിൽ ഈശോ എനിക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയ ഒരു വാക്യമായിട്ടാണ് ഞാൻ എപ്പോഴും ഈ വാക്യത്തെ ഓർക്കുന്നത്. യോഹന്നാൻ 15:16 ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് ഈശോ പറയുന്നൊരു വാക്യമായത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക, നീ എന്നെ തിരഞ്ഞെടുത്തു എന്ന് ചിന്തിക്കരുത്. നീ ഒരു ക്രിസ്ത്യാനിയാകാൻ തീരുമാനിക്കാൻ, നീ ക്രിസ്തുവിനെ രക്ഷകനായി നീ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചിരിക്കുന്നത്. ഇത് വ്യക്തമാക്കിയ യേശു. ഈ സുവിശേഷ ഭാഗത്തിന് 3 പ്രധാനപ്പെട്ട വരികളാണിത്. ഒന്നാമത്തത് 15, 13 സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല.
അപ്പോൾ ഒരാൾ തൻ്റെ സ്നേഹിതനെ തന്നേക്കാൾ പ്രധാനപ്പെട്ടവനായി കണക്കാക്കുന്ന സ്നേഹത്തിന്റെ പരമോന്നതിയിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ വാക്യം ഇതാണ്, 15:15. യേശു പറയുകയാണ്, എല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പൊ അതുപോലെ നിങ്ങളെല്ലാം എന്നെ അറിയിക്കുകയാണ്. ഒരു തുറന്ന ഹൃദയത്തോടു കൂടി നീ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഉറ്റ സ്നേഹിതനായിരിക്കും. മൂന്നാമത്തെ വാക്യം പറയുന്നത് 16:16. യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുക. ക്രിസ്തുവാണ് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർക്കുക. അങ്ങനെ ഈ 3 വളരെ ഹൃദയസ്പർശകമായ 3 വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കുറിച്ചു വയ്ക്കാം. ഈശോ നമ്മളെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നു, ഒരു ചങ്ങാതിയായി, ഒരു സ്നേഹിതനായി കൂടെ കൂട്ടുന്നു എന്ന് ഓർപ്പിക്കുന്ന ഈ വചനഭാഗങ്ങൾ നമ്മളുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ ജ്വലിപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.